सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा ശ്രീതാവും ലോകമാതേ കനിവൊടു തുണനീയേ ഗണേ നീ വെടിഞ്ഞാൽ സന്താപത്തിയിൽ വേവുന്നടിയനു തുണയായാരുമില്ലേ ജഗത്തിൽ കാന്താരത്തിങ്കലെത്തി വിരഹവിവശനാമെൻ്റെ കൂട്ടായി വരേണേ മാതാവേ കാത്തുരക്ഷിക്കുക കടലിണയിൽ കിണനായി വീണുരന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ടമസ്കന്ധം 17-ാമത്തെ അധ്യായമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സൂര്യപുത്രനായിട്ടുള്ള രേവന്തൻ മഹാവിഷ്ണുവിനെ കാണാൻ ഉച്ചൈസ്രവസ് എന്ന കുതിരയുടെ പുറത്ത് കയറി വിഷ്ണുലോകം വരുന്നു. വൈകുണ്ഠത്തിൽ ദൂരെ നിന്ന് വരുന്നതായിട്ടുള്ള തൻ്റെ സഹോദരനായിട്ടുള്ള ഉച്ചൈസ്രവസിനെ കണ്ട് ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു നിന്ന മഹാലക്ഷ്മി, മഹാദേവൻ വിളിച്ചിട്ടും വിളികെട്ടില്ല, ചോദിച്ചിട്ടും ആരാണ് വരുന്നത്, ആരെ നോക്കി നിൽക്കണു എന്ന് ചോദിച്ചിട്ടും ഉത്തരം കൊടുത്തില്ല. ആ കുതിരയിൽ തന്നെ മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് നിന്ന ലക്ഷ്മിയെ മഹാവിഷ്ണു ശപിക്കണു. നീയും ഭൂമിയിൽ ചെന്ന് പെൺകുതിരയായി ജനിക്കാൻ ഇടവരട്ടെ എന്ന് ശാപഗ്രസ്തിയായ ലക്ഷ്മി ദുഃഖിതയായി മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നു. അതനുസരിച്ചിട്ട് എപ്പോഴാണോ നിനക്ക് എൻ്റെ തുല്യനായിട്ടുള്ള ഒരു പുത്രൻ ജനിക്കുന്നത്, അപ്പോൾ ഈ ദേഹം വെടിഞ്ഞ് ഈ ശാപത്തിൽ നിന്നും മോക്ഷം കിട്ടി എന്നിൽ തന്നെ നീ വന്നു ചേരും എന്ന് ശാപമോക്ഷവും മഹാവിഷ്ണു നൽകണു എന്ന് പറഞ്ഞ് ആണ് കഴിഞ്ഞ അധ്യായം അവിടെ അവസാനിപ്പിച്ചത്. ആ ഹൈഹയ ചരിതത്തിനെ തുടർന്നു കൊണ്ടുപോവുകയാണ്. ജനമേജയൻ കഥ കേട്ടുകൊണ്ടിരിക്കണു. ചോദിക്കണു ചോദ്യം: ഇതി ശബ്ദാ ഭഗവതാ സിന്ധുജാ കോപയോഗത കഥം സാ ബടവാജാത രേവന്തേന ച കിം കൃതം. കുപിതനായിട്ടുള്ള ഭഗവാനാൽ ശപിക്കപ്പെട്ട ലക്ഷ്മീദേവി, ആ സിന്ധുപുത്രി എങ്ങനെ പെൺകുതിരയായി? രേവന്തൻ പിന്നീട് എന്താണ് ചെയ്തത്? പാലാഴിയിൽ പിറന്ന ദേവി പെൺകുതിരയുടെ രൂപം ധരിച്ച് വിരഹാർത്ഥിയായ നാരിയെപ്പോലെ ഏത് ദേശത്താണ് കഴിഞ്ഞുകൂടിയത്? രമാദേവി ഭർത്താവിനെ പിരിഞ്ഞ് എത്ര കാലം വിജനമായ വനത്തിൽ വസിച്ചു? പിന്നീട് അവൾ എന്താണ് ചെയ്തത്? ലക്ഷ്മീദേവി വാസുദേവനുമായി പിന്നീട് കൂടിച്ചേർന്നത് എപ്പോഴാണ്? നാരായണനെ പിരിഞ്ഞ് അവൾക്ക് എങ്ങനെ പുത്രലാഭമുണ്ടായി? ആ കഥ വിസ്തരിച്ച് പറഞ്ഞാലും ആ കഥ കേൾക്കാൻ എനിക്ക് അധികം താല്പര്യമുണ്ട് എന്ന ജനമേജയൻ്റെ വ്യാസനോടുള്ള ചോദ്യങ്ങളോടുകൂടിയാണ് ഈ അധ്യായം, 18-ാമത്തെ അധ്യായം ഇതാ ഇവിടെ തുടങ്ങുന്നത്. ജനമേജയൻ്റെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് അതിന് ഉത്തരം പറയാൻ തുടങ്ങുകയാണ് വ്യാസൻ. ഇങ്ങനെ പരീക്ഷത്തിൻ്റെ പുത്രൻ ജനമേജയൻ ചോദിച്ചപ്പോൾ വ്യാസൻ വിസ്തരിച്ച കഥ പറയാൻ തുടങ്ങിണു. ശൃണുരാജൻ പ്രവക്ഷ്യാമി കഥാം പൗരാണികീം ശുഭാം പാവനീം സുഖദാം കർണേ വിശദാക്ഷര സംയുതാം. ഹേ രാജൻ, ഞാൻ ആ പൗരാണിക കഥ പറയാം, ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. പാവനവും കർണത്തിന് ആനന്ദവും ഉണ്ടാക്കുന്നമാറ് ലളിതവും മധുരവുമാണ് കഥ. ഹരി ഇങ്ങനെ ലക്ഷ്മീദേവിയെ ശപിക്കുന്നത് കണ്ട് ഭയപ്പെട്ട രേവന്തൻ വിഷ്ണുവിനെ വണങ്ങിയിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചുപോയി. ജഗത്പതിയായ വിഷ്ണു കോപിച്ചതും ലക്ഷ്മിയെ ശപിച്ചതുമായ കഥ രേവന്തൻ സ്വപിതാവായ ആദിത്യൻ്റെ അടുക്കൽ വേഗം ചെന്ന് അറിയിച്ചു. ദുഃഖാർത്തിയായിട്ടുള്ള ലക്ഷ്മീദേവി ജഗദീശ്വരനായ വിഷ്ണുവിനെ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ മനുഷ്യലോകത്തിലേക്ക് ചെന്നു.
സൂര്യപത്നി പണ്ട് ഭയങ്കരമായ തപസ് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് പെൺകുതിരയുടെ രൂപം പൂണ്ട അവൾ എത്തിച്ചേർന്നു എന്നാണ് പറയണത്. സുവർണാക്ഷത്തിന് വടക്കായി കാളിന്തിയും തമസയും ചേരുന്ന രമണീയ പ്രദേശമായിട്ടുള്ള സർവകാമപ്രദവുമായിട്ടുള്ള ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ഇഷ്ടവരപ്രദനും ശങ്കരനും ത്രിശൂലനും ചന്ദ്രശേഖരനുമായ മഹാദേവനെ ഏകാഗ്രചിത്തയായിട്ട് ധ്യാനിച്ചു. പഞ്ചമുഖനും ദശഭുജനും ഗൗരീദേഹാർദ്ധം ധരിച്ചവനും കർപ്പൂരത്തിൻ്റേതുപോലെ ഗൗരവർണ്ണമുള്ളവനും നീലകണ്ഠനും ത്രിനേത്രനും പുലിത്തോലുടുത്തവനും ആനത്തോൽ ഉത്തരീയമാക്കിയവനും തലയോട് മാലയാക്കിയവനും പാമ്പിനെ പൂണോലാക്കി ധരിച്ചവനുമായിട്ടുള്ള ശിവനെ മനോഹരമായ പെൺകുതിരയുടെ വേഷം പൂണ്ട സാഗരപുത്രിയായിട്ടുള്ള രമാദേവി ധ്യാനിച്ചുകൊണ്ട് ആ തീർത്ഥസ്ഥാനത്ത് ഇരുന്ന് ദുഷ്കരമായ തപസ്സനുഷ്ഠിച്ചു എന്നാണ് പറയണത്. ദേവനെ ധ്യാനിച്ച് കഴിയവേ അവൾക്ക് പരമമായ വൈരാഗ്യം ജനിച്ചു. അവിടെ അങ്ങനെ തപസ് ചെയ്ത് 2000 ദിവ്യവർഷം തപസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴ് ത്രിലോചനിയും മഹാദേവനുമായ മഹാദേവൻ പാർവതീ സഹിതം വൃഷഭാരൂഢനായിട്ട് അവൾക്ക് പ്രത്യക്ഷമായിട്ട് ദർശനം കൊടുത്തു. ഭൂതഗണങ്ങളോടുകൂടി അവിടെ എഴുന്നള്ളിയ മഹാദേവൻ അശ്വാകൃതി പൂണ്ട് തപസ് ചെയ്യുന്ന മഹാഭാഗിയായ ഹരിപത്നിയോട് ലക്ഷ്മിയോട് പറഞ്ഞു, യേശുബേ ജഗന്മാതാവേ, അവിടുന്ന് എന്തിനാണ് തപസ് ചെയ്യുന്നത് എന്ന് പറയൂ. സർവലോകങ്ങളുടെയും നിയാമകനും സർവാർത്ഥപ്രദനുമായിട്ടുള്ള ഭർത്താവ് മഹാവിഷ്ണു നിനക്കുണ്ടല്ലോ. ജഗൽപതിയായിട്ടുള്ള ആ ഹരിയെ വിടിഞ്ഞ് ഇപ്പോൾ നീ എന്തിനാണ് എന്നെ സ്തുതിക്കുന്നത്? ജഗന്നാഥനായിട്ടുള്ള വാസുദേവൻ ഭുക്തിയും മുക്തിയും നൽകാൻ കഴിവുള്ളവനാണല്ലോ. നാരിമാർക്ക് പതിയാണ് ദൈവം എന്നല്ലേ ദേവവചനം. പതിയൊഴികെ മറ്റൊരുവനിലേക്ക് ഒരിക്കലും ഒരു തരത്തിലും മനസ്സ് പൊയ്ക്കൂടാ. സ്ത്രീകൾക്ക് ഭർതൃശുശ്രൂഷയാണ് സനാതനമായിട്ടുള്ള ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശുഭം ഇച്ഛിക്കുന്നവള് ഭർത്താവിൻ്റെ ഭാവം എന്താണോ അതറിഞ്ഞ് അവനെ വേണം സേവിക്കാനായിട്ട്. ഹരിയാകട്ടെ എല്ലാവർക്കും എപ്പോഴും സേവിക്കാൻ യോഗ്യനാണ്. ആ ഹരിയെ വിട്ട് ഹേ ലക്ഷ്മി, നീ എന്തിനാണ് എന്നെ ധ്യാനിക്കുന്നത് എന്ന് മഹാദേവൻ ലക്ഷ്മി ദേവിയോട്, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാപഗ്രസ്തയായിരിക്കുന്ന ലക്ഷ്മി ദേവിയോട് ചോദിച്ചു. ഉത്തരമായി കൊണ്ട് ലക്ഷ്മി ദേവി പറയുന്നു, ആശുതോഷ മഹേശാന ശപ്തോഹം പതിനാ കില മാം സമുദ്ധര ദേവേശ ശാപാദസ്മാദ് ദയാനിധേ. ഹേ ആശുതോഷ, എളുപ്പം തോഷിക്കുന്നവനെ, സന്തോഷിക്കുന്നവനെ, മഹേശ, പതിയാൽ ശപിക്കപ്പെട്ടവളാണ് ഞാൻ. ഹേ ദയാനിധേ, ആ ശാപത്തിൽ നിന്ന് അങ്ങെന്നെ രക്ഷിക്കണം. ഞാൻ അപ്പോൾ കേണപേക്ഷിച്ചതുകൊണ്ട് ദയാനിധിയായിട്ടുള്ള വിഷ്ണു ശാപത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഉപായവും എനിക്ക് പറഞ്ഞു തന്നു. എപ്പോഴാണോ നിനക്ക് പുത്രനുണ്ടാകുന്നത് അപ്പോൾ നീ ശാപമുക്തിയാകും. പിന്നെ നിനക്ക് വൈകുണ്ഠത്തിൽ വന്ന് എന്നോടുകൂടി വസിക്കാം എന്നായിരുന്നു ആ ശാപമോക്ഷം ഭഗവാൻ എനിക്ക് തന്നത്. ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ തപസ് ചെയ്യുന്നതിനായിട്ട് ഈ തപോവനത്തിലേക്ക് വന്നു. ഇവിടെ വന്ന് സർവാർത്ഥപ്രദനായിട്ടുള്ള ഈ അങ്ങയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഹേ മഹാദേവ, പതിയുമായി ചേരാതെ എങ്ങനെ പുത്രനുണ്ടാകും? തെറ്റൊന്നും ചെയ്യാത്ത പത്നിയെ വിട്ടിട്ട് അദ്ദേഹം ആ വൈകുണ്ഠത്തിൽ വാഴുകയാണ്. അതുകൊണ്ട് അങ്ങ് സന്തുഷ്ടനാണ് എങ്കിൽ എനിക്ക് വരം നൽകിയാലും അങ്ങും ഹരിയും ഭിന്നരല്ലല്ലോ, ഒന്നു തന്നെയല്ലേ? ഹേ ഗിരിജാകാന്ത, അത് ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അങ്ങ് ആരാണോ അതുതന്നെയാണ് അദ്ദേഹം. അങ്ങയിലും ഹരിയിലും യാതൊരു വ്യത്യാസവുമില്ല. അദ്ദേഹം ആരാണോ അദ്ദേഹം തന്നെയാണ് അങ്ങും. രണ്ടല്ല ഒന്നു തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ നിങ്ങൾ ഇരുവരും
ഏകഭാവത്തിൽ ഇരുവരെയും ഏകഭാവത്തിൽ കണ്ടിട്ടാണ് ഞാൻ അങ്ങയെ ഭജിച്ചത്. മറ്റൊരു തരത്തിലാണെങ്കിൽ അങ്ങയെ ആശ്രയിക്കുന്നത് മൂലം എനിക്ക് ദോഷം സംഭവിക്കുമായിരുന്നു. ആ രണ്ട് ശക്തികളും ഒന്ന് എന്നുള്ള ഭാവത്തിൽ ഭജിച്ചത് കാരണം എനിക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല എന്നൊക്കെ മഹാദേവനോട്